രാവിലെ ഒരു മുട്ടനടി ഉണ്ടായിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മസ്താനി ഒരു കാര്യം ഇട്ട് ഇളക്കി അനീഷിനെ ഒന്ന് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അനീഷ് അതനുസരിച്ച് തിരിച്ച് ട്രിഗർ ചെയ്യുന്നുണ്ട്. അനീഷ് വിളിക്കുന്നുണ്ട്, എന്റെ എന്ത് പേഴ്സണൽ കാര്യം വേണമെങ്കിലും ഞാൻ അനുവാദം തരികയാണ്, നിങ്ങൾ വിളിച്ചു പറയൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഏറ്റുപിടിച്ചത് ജിഷിൻ മോഹനാണ്. ജിഷിൻ വന്നിടം തൊട്ടേ ഈ പറയുന്ന അനുമോളുടെ സപ്പോർട്ട് കണ്ട് കളിക്കുന്ന ഒരാളാണ് ജിഷിൻ. ജിഷിന് അനുമോളെ പേഴ്സണലി അറിയാം, അനുമോളുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. പക്ഷെ ഇവിടെ ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് അത് ആ സൗഹൃദത്തിന്റെ പേരിലല്ല, സപ്പോർട്ടിന്റെ പേരിലാണ്. അപ്പോ അനീഷിന്റെ വീട്ടുകാരും പറഞ്ഞു തുടങ്ങിയ ആ പ്രശ്നം അതങ്ങ് അനീഷിന്റെ ആ റിയൽ ലൈഫിൽ, അതാ ഒരു പേഴ്സണൽ ലൈഫിൽ നടന്ന ഡിവോഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കും വേദലക്ഷ്മി ജിഷിന്റെ അടുത്ത് തിരിഞ്ഞു. അപ്പൊ വേദലക്ഷ്മി പറയുന്നുണ്ട്, ജിഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ അവരുടെ ഡിവോഴ്സിന്റെ കാര്യം ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്? അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കണ്ട ആ ഒരു കാര്യങ്ങളല്ലേ നമുക്ക് അറിയുകയുള്ളൂ എന്ന് വേദലക്ഷ്മി അവിടെ സംസാരിക്കുന്നുണ്ട്. വേദലക്ഷ്മി അത്ര അടിപൊളിയൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേദലക്ഷ്മി അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ജിഷിൻ അത് കൊണ്ടു. ജിഷിൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത്, അപ്പൊ നിങ്ങൾ ഈ പറയുന്നതോ നിങ്ങളൊരു ഫീമെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ അങ്ങോട്ട് തിരിച്ച് വേദലക്ഷ്മിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ വേദലക്ഷ്മി പറഞ്ഞത് നിങ്ങളൊരു നാർസിസിസ്റ്റ് ആണ്. ഈ പറയുന്ന വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്തരം കേൾക്കുന്നത് കൊണ്ട് തന്നെ ചുമ്മാ എവിടെയെങ്കിലും സ്പേസ് കിട്ടുമ്പോൾ കയറി ഈ പറയുന്ന വാക്കുകൾ പറയരുത്. ഈ നാർസിസം എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തി അങ്ങേയറ്റം ആ വ്യക്തിയെ മാത്രം ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ ഒക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ഈ നാർസിസ്റ്റിക് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. അതിന്റെ അർത്ഥം അറിയില്ലാത്ത തരത്തിൽ വീണ്ടും ജിഷിൻ പറയുന്നത്, അതെ ഞാൻ അത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കാണ്. ഇത്രയും ഒന്നും സൈക്കോളജിക്കലി അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയേണ്ട കാര്യം വേദലക്ഷ്മിക്ക് ഇല്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ പറയുന്നത് അവസാനം പണം കിട്ടുമോ എന്തോ. ഏതായാലും പിന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ആ അടി അവിടെ മുറുകി നിൽക്കുമ്പോൾ തന്നെ അനീഷ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അക്കാര്യം കൂടെ എടുത്തു പറഞ്ഞേക്കാം. ഇവര് ഭയങ്കര അടി നടക്കുകയാണ്. അനീഷിന്റെ പേരും പറഞ്ഞാണ് ആ അടി തുടങ്ങിയത്. പക്ഷെ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുകയാണ്. ഇതൊന്നും ഞാൻ ഇതിനകത്തൊന്നും ഒന്നും അല്ലേ എന്നും പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ഒരു കോണ്ടന്റ് ഇട്ട് കൊടുത്ത് അവർക്ക് രണ്ടുപേർക്കും എക്സ്പോസ് ചെയ്യാൻ ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് അനീഷ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ പഴയ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ്, അതായത് ഇവിടെ ജിഷിൻ പുറത്തൊരു ഡിവോഴ്സും പുറത്ത് കുറെ അധികം ഗോസിപ്പുകളും പിന്നെ പുതിയൊരു വിവാഹവും ഒക്കെ നടന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ. അത് എങ്ങനെയാണ് പ്രേക്ഷകർ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അതിനെക്കുറിച്ച് എനിക്കും അറിയത്തില്ല. പക്ഷെ ജിഷിന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇവിടെ പബ്ലിക്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ജിഷിന്റെ ആ പറയുന്ന കാര്യം വെച്ചിട്ട് വേദലക്ഷ്മി അവിടെ സംസാരിക്കുന്നുണ്ട്. കാരണം ജിഷിനോട് വേദലക്ഷ്മി പേഴ്സണലി പോയി അടുത്തിരുന്ന് ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ മോനെ 4 വർഷമായി കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വേദലക്ഷ്മി ജിഷിനെ നാർസിസം എന്നൊക്കെ, നാർസിസ്റ്റിക് ക്യാരക്ടറാണ് താങ്കൾ എന്നൊക്കെ പറയുന്നത്. അതും ഇത് പുറത്തെ കാര്യം ഇവിടെ സംസാരിക്കാനോ വഴക്കടിക്കാനോ പാടില്ല. അത് ആ റൂൾ വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിഷിൻ അന്നേരം ഇത് കേട്ടിട്ട് വീണ്ടും ട്രിഗറായിട്ട്, ഇതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണല്ലേ എന്നോട് ഇതൊക്കെ വന്നിരുന്ന് ചോദിച്ചത്, ഞാൻ ഇത്രയും ചീപ്പാന്ന് കരുതിയില്ല, ഞാൻ ഇങ്ങനെ കരുതിയില്ലെന്ന് പറഞ്ഞിട്ട് ജിഷിൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് അക്ബർ തിരിച്ചു പറയുന്നുണ്ട്. അക്ബർ പറഞ്ഞേ, നിങ്ങൾ ഇത് പറയാൻ അനീഷിനെ നിങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ പറഞ്ഞപ്പോൾ, എസ്പെഷ്യലി മസ്താനി അത് പറഞ്ഞപ്പോൾ കേട്ടോണ്ട് നിൽക്കുകയല്ലേ ചെയ്തത്? അനീഷിന്റെ വീട്ടിലെ കാര്യങ്ങളും അനീഷിന്റെ പേഴ്സണൽ കാര്യങ്ങളും ഇവിടെ വഴക്കുണ്ടാക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ബിന്നി, റെന എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് അനീഷിനൊരു നല്ല സപ്പോർട്ടും ഒരു പ്രൊട്ടക്ഷനും അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വൈൽഡ് കാർഡ് എല്ലാ സീസണിലും ഇതൊരു ശീലമാണ്. പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും പഴയ ആൾക്കാരെല്ലാം കൂടെ ഒറ്റക്കെട്ടാകാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഓൾറെഡി 2 വലിയൊരു ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെവിൻ പറയുന്ന കണക്ക് അനുമോൾ മൂടുതാങ്ങികളും നമ്മുടെ ജിസേൽ പാവാടവള്ളി നിക്കർവള്ളികളും കൂടെ ചേർന്നിട്ട് ഒരു ടീം, 2 ടീമായിട്ടുണ്ട്. അപ്പൊ വന്നവരെല്ലാവരും ഇതിലേത് ടീമിൽ നിൽക്കണം, ഇതിലേത് ടീമാണ് നല്ലത് എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൽ പ്രവീണൊക്കെ പോയി മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ വന്ന വൈൽഡ് കാർഡിൽ ഒട്ടും തന്നെ അങ്ങോട്ട് എങ്ങും ഇടപെടാതെ നിൽക്കുന്നത് സാബുമാൻ മാത്രമാണ്. അപ്പോൾ അടുത്ത ഒരു പ്രശ്നം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ശരി, ജിഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജിഷിൻ അത്ര ക്വാളിറ്റി പേഴ്സൺ അല്ല. ജിഷിനൊക്കെ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? പിന്നെ ഈ വഴക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് രേണുസുതി മസ്താനിയോട് നല്ല ദേഷ്യമുണ്ട്. കാരണം പുറത്തെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, എന്റെ സുധിച്ചേട്ടനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് രേണുസുതി അവിടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊന്നും റെസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ തൊണ്ടയ്ക്ക് വല്ലതും സംഭവിക്കുമോ എന്തോ. അപ്പൊ ഏതായാലും ശരി,
അടുത്തൊരു ലൈവ് വിശേഷവുമായിട്ട് ഉടനെ വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.